വിമോചനം കിട്ടാനും സൗഖ്യം കിട്ടാനും ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? അനുതാപം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണം. നമ്മള് വിശുദ്ധരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് എന്തുമാത്രം വചനഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ആ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വിശുദ്ധി നഷ്ടപ്പെട്ടോ? വിശുദ്ധീകരണം. അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം, അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അതിന് നമ്മൾ വചനം കേൾക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. കുമ്പസാരം വേണമെങ്കിൽ കുമ്പസാരം നമ്മൾ എടുക്കണം. വിശുദ്ധീകരണം. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വചനം എടുത്താൽ ജോഷുവ 3:5 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിശുദ്ധീകരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാം. 24 മണിക്കൂർ പോലും വേണമെന്നില്ല കേട്ടോ ദൈവത്തിന് പ്രവർത്തിക്കാൻ. പക്ഷേ 24 മണിക്കൂർ പോയിട്ട് 24 വർഷം കഴിഞ്ഞാലും ദൈവം പ്രവർത്തിക്കണമെന്നില്ല, വിശുദ്ധീകരണം നടക്കാത്തിടത്തോളം കാലം. ദൈവം പ്രവർത്തിക്കാൻ അധികം സമയമൊന്നും വേണ്ട. തൽക്ഷണം ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ച എത്രയോ സംഭവങ്ങൾ. അനുതാപം കണ്ടെടുത്ത് വിശുദ്ധീകരണം ഏറ്റെടുക്കാൻ തയ്യാറായ വ്യക്തികളിൽ തൽക്ഷണം കർത്താവ് അനുഗ്രഹം വർഷിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം. പുറപ്പാട് 19-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിച്ചാൽ ഇസ്രായേൽ ജനത്തിന് കർത്താവ് കൊടുത്തൊരു നിർദ്ദേശം അവിടെ കാണാൻ പറ്റും. അവിടെ പറഞ്ഞത്, ഈ ജനം തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ട് 3-ാം ദിവസം സീനായ് മലയിൽ ഒരുമിച്ച് കൂടട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥനയിൽ കാണാൻ കൊതിക്കുന്ന പല കാര്യങ്ങളും ആ ഇസ്രായേൽ ജനം അവിടെ കണ്ടു. നമ്മളൊക്കെ ബാഹ്യമായ കുറച്ച് അടയാളങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവര് ഞാൻ ഓർത്തിട്ടുണ്ട്. ഇടയ്ക്കെങ്ങാനും വല്ലോ അത്ഭുതകരമായ രോഗസൗഖ്യം, അതിൻ്റെ സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരുന്ന ആള് ഇതിലെ ഓടുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയാണ് ഉറങ്ങത്തില്ല. അവരുടെ ക്ഷീണം മാറി, ഉറക്കം മാറി, എല്ലാം മാറി. എൻ്റെ പ്രിയപ്പെട്ടവർ, ശരിക്കും വിശുദ്ധീകരണം അത് നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചോളും. വിശുദ്ധീകരണം നടക്കാതെ നമ്മൾ ഏതെങ്കിലും വ്യക്തിയെ നോക്കിപ്പോയത് കൊണ്ട് ഇത് സംഭവിക്കണമെന്നൊന്നുമില്ല. കാരണം കർത്താവ് പ്രവർത്തിക്കണം. കർത്താവ് ആരിലാണ് പ്രവർത്തിക്കുന്നത്? അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് കർത്താവ് ആവശ്യപ്പെട്ടത്, 2 ദിവസം നിങ്ങൾ ഈ വിശുദ്ധീകരണം നടത്തിയിട്ട് 3-ാം ദിവസം സീനായ് മലയിൽ ഒരുമിച്ച് കൂടുക. അവരവിടെ ഒരുമിച്ച് കൂടി കഴിഞ്ഞപ്പോൾ ഒരു മലയിലാണ് കൂടിയത്. ആ മല കിടുകിടാന്ന് വിറയ്ക്കുക. അപ്പൊ അവർക്ക് ഭയം പോലും ഉണ്ടായി. കാരണം ബാഹ്യമായ അടയാളം അവർക്ക് അവിടെ കാണാൻ പറ്റി. മലയിലേക്ക് നോക്കിയപ്പോൾ മല നിറച്ച് പുകയുന്ന മല. നമ്മളാണേലോ കാട്ടുതീയാണോ ഇനി അതിനകത്ത് പെട്ടുപോകുന്ന ഓർത്ത് നമ്മളാണെങ്കിലും പേടിക്കല്ലേ. ബാഹ്യമായ അടയാളങ്ങൾ കർത്താവ് കാണിച്ചു കൊടുത്തു. പക്ഷെ അതിന് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ഇന്നും നാളെയും നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. വിശുദ്ധീകരണം. നമുക്ക് ഏതാനും വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ ആണ് വായിച്ചു. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ കർത്താവ് ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഇസ്രായേൽക്കാരോട് പറഞ്ഞതും അവരെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ വൃത്തിയാക്കി നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരിക എന്നുള്ളതല്ല. അവരുടെ വിശുദ്ധീകരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികത വിട്ടിട്ട് സന്മാർഗ ജീവിതം, അതിലേക്ക് വരാനാ കർത്താവ് പറഞ്ഞ്. ഇനി അതിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം കൂടി എടുത്താൽ, ഹെബ്രായർ 10:22 എടുത്താൽ, നമ്മൾ ഈ ബലിയർപ്പിക്കാൻ വരുമ്പോൾ, ധ്യാനം കൂടാൻ വരുമ്പോൾ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, നവേനയിൽ സംബന്ധിക്കാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാമത്തെ വചനം. 3 മേഖല അവിടെ കവർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തേത് ഹൃദയത്തിൻ്റെ മേഖല. സത്യഹൃദയത്തോടെ കർത്താവിനെ സമീപിക്കണം. സത്യഹൃദയത്തോടെ ബലിപീഠത്തെ സമീപിക്കണം. സത്യഹൃദയം. രണ്ടാമത്തേത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശുദ്ധ മനസ്സോടെ കർത്താവിൻ്റെ ബലിപീഠത്തെ നിങ്ങൾ സമീപിക്കണം. മൂന്നാമത്തെ കാര്യം ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിർമ്മലമായ ശരീരത്തോടെ കർത്താവിൻ്റെ ബലിപീഠത്തെ സമീപിക്കണം. എന്ന് പറഞ്ഞാൽ ഈ 3 മേഖലയിൽ നമുക്ക് വിശുദ്ധീകരണം ആവശ്യമാണ്. വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണം നമ്മുടെ ഹൃദയത്തിൻ്റെ മേഖലയിൽ, മനസ്സിൻ്റെ മേഖലയിൽ, ശരീരത്തിൻ്റെ മേഖലയിൽ വിശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ ബലിയർപ്പണം കൂടുതൽ ശക്തിയുള്ളതായിട്ട് മാറും. പ്രാർത്ഥന ഫലദായകമായിട്ട് മാറും. അങ്ങനെ എല്ലാ മേഖലയിലും അതിൻ്റേതായിട്ടുള്ള വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം അനുതാപം, രണ്ടാമത്തെ കാര്യം വിശുദ്ധീകരണം, മൂന്നാമത്തെ കാര്യമാണ് വചനശ്രവണം. വചനശ്രവണം. ഞാൻ ആദ്യം തന്നെ വായിച്ച ഒരു വചനഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 6-7 വചനങ്ങൾ. അവിടെ നമ്മൾ കാണുകയാണ്, ജനം വചനം ശ്രവിച്ചു. അതും എങ്ങനെയാ ശ്രവിച്ചത്? ശ്രദ്ധാപൂർവം താല്പര്യത്തോടെ വചനം ശ്രവിച്ചു. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ ഇങ്ങനെ വചനം കേൾക്കുകയാണെങ്കിൽ ഒരു രോഗശാന്തി പ്രാർത്ഥന നമ്മൾ ചങ്കുകുട്ടി അവിടെ നടത്തേണ്ട ഒരു കാര്യമില്ല. ശ്രദ്ധാപൂർവം താല്പര്യത്തോടെ അവർ വചനം കേട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ബന്ധിതർക്ക് മോചനം ഉണ്ടായി, തളർവാദ രോഗികൾക്ക് സൗഖ്യമുണ്ടായി, അന്ധർക്ക് കാഴ്ചയുണ്ടായി. പറയുണ്ട്, വിമോചനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം. ആ വചനം താല്പര്യപൂർവ്വം നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 4-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വചനം കേട്ടുകൊണ്ടിരുന്ന അവർക്ക് വിശ്വാസം ലഭിച്ചു. വിശ്വാസം. നമ്മളിത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ചിലരുടെ വിശ്വാസം ആരില്ലെന്നറിയോ? പ്രാർത്ഥന നയിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനില്ല. അതാ മാറേണ്ടത്. അത് മാറിയിട്ട് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകട്ടെ. ആര് പ്രാർത്ഥന നയിച്ചാലും എൻ്റെ ദൈവത്തിന് അവരിലൂടെ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം കൂടുതലായിട്ട് പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ കാണുകയാണ്, പത്രോസ് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അത് കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായി. കാരണം അവർ താല്പര്യത്തോടെ വചനം കേട്ടു. ആ പ്രസംഗം അവര് താല്പര്യപൂർവ്വം സ്വീകരിച്ചു. അതുകൊണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടായി. വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് അത്ഭുതങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആദ്യത്തെ ഒരു 3-4 അധ്യായങ്ങളൊന്ന് വായിച്ചാൽ മതി. എന്ത് അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. അതിന് അവിടെ ഒരു രോഗശാന്തി പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ അവരുടെ സമൂഹത്തിൽ സംഭവിച്ചു. കാരണം അങ്ങനെയാണ് അവർ വചനം കേട്ടത്, അങ്ങനെയാണ് അവർ വചനം സ്വീകരിച്ചത്, ആ വചനത്തിന് പ്രത്യുത്തരം നൽകിയത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചത്. സുഭാഷിതങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം എടുത്താൽ, ഇപ്പം ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു മണ ഉണാന്നിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് കേട്ടോണം കേട്ടോ. അല്ലെ ഉറക്കം തൂങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് പിന്നെ നിങ്ങൾ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കും. സദ്വാർത്ത, സുവിശേഷം നമുക്ക് തരുന്ന ഒരു കാര്യം. ഇത് സുവിശേഷത്തിലൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിഞ്ഞ് പലരുടെയും പുറകെ ഓടേണ്ട കാര്യമില്ല. അച്ഛാ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ, ഭയങ്കര ക്ഷീണം മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ചിലരുടെ മനസ്സിലിരിക്കുന്നത് എൻ്റെ ക്ഷീണം മുഴുവൻ എൻ്റെ ഒരുപക്ഷെ എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ഇതെല്ലാം കാരണമാണെന്ന്. ഇതൊക്കെ കാരണം ഉണ്ടാകാം. പക്ഷേ ആ ക്ഷീണം പോലും മാറ്റാൻ ശക്തിയുള്ളൊരു കാര്യം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുഭാഷിതങ്ങൾ 15:30. സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കും.
അത് ഈ ചില മത്സരത്തിലൊക്കെ ഇച്ചിരി ഉത്തേജന മരുന്നങ്ങോട്ട് എടുത്തിട്ട് ഓട്ടക്കാരാണേലും ഓടുവാണെങ്കിൽ ഡബിൾ സ്പീഡാണ്. ചാട്ടക്കാരാണേലും ചാടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ദൂരം ചാടി കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ എങ്ങാനും വല്ലോ ഉത്തേജക മരുന്ന് എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആവും. ഇവിടെ പറയാണ്, നീ സദ്വാർത്ത കേൾക്കേണ്ട പോലെ കേട്ടാൽ നിന്റെ ശരീരത്തിന് ഒരു ഉന്മേഷം ഉണ്ടാവും. നിന്റെ രോഗത്തെ, ക്ഷീണത്തെ മറികടക്കുന്ന ഒരു ഉന്മേഷം ദൈവം നിനക്ക് വചനത്തിലൂടെ, സദ്വാർത്തയിലൂടെ നൽകും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുഭാഷിതങ്ങൾ 16:20 വചനം കൂടി എടുത്താലോ? സുഭാഷിതങ്ങൾ 16:20, 15:30 നമ്മൾ കണ്ടു. സദ്വാർത്ത നമുക്ക് ശരീരത്തിന് ഉന്മേഷം പകരും. ദൈവവചനം ആദരിക്കുന്നവർക്ക്, ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും കേട്ടില്ല എന്നുള്ള രീതിയിൽ പോകുന്നവർക്കൊന്നുമല്ല, ദൈവവചനം ആദരിക്കുന്നവർക്ക് അവർക്ക് ഉത്കർഷം ലഭിക്കും. പറയുണ്ട്, ഉത്കർഷം എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് ബ്ലെസ്സിങ്സ് ആണ്. ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഒരു പാക്കേജ് ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അതിന് പറഞ്ഞിരിക്കുകയാണ്, ദൈവവചനം ആദരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അങ്ങനെയുള്ളവർക്ക് ഉത്കർഷം ലഭിക്കും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44 മുതൽ വായിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ എവിടെയെല്ലാം വചനം പറയുന്നു അവിടെയെല്ലാം ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് സംഭവിക്കണം, എന്ത് വലിയ കാര്യമായിരിക്കും. അവിടെ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവനെ ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. ഒരു രോഗസൗഖ്യത്തെക്കാളും അല്ലെങ്കിൽ ഭൗതികമായൊരു നേട്ടം നമുക്ക് ഉണ്ടാകുന്നതിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ട കാര്യമാണെന്നറിയോ? വിലയുള്ള കാര്യം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുന്ന അനുഭവം. ഇനി ആ നിറവിൽ അവരുടെ ജീവിതം നവീകരിക്കപ്പെട്ടു, അവരുടെ കാഴ്ചപ്പാടിന് മാറ്റമുണ്ടായി. അങ്ങനെ വലിയ അനുഗ്രഹം അവർ നേടിയെടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 107, 19-20 വചനം വായിച്ചാൽ എങ്ങനെയാണ് ദൈവത്തോട് നിലവിളിച്ചപേക്ഷിച്ചവരെ ദൈവം സുഖപ്പെടുത്തിയത് അവിടെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ വചനമയച്ച് കർത്താവ് അവരെ സുഖപ്പെടുത്തി. വചനമയച്ച്. അപ്പൊ ഈ കർത്താവ് അയക്കുന്ന വചനം ഹൃദയം തുറന്ന് ഏറ്റെടുക്കുമ്പോഴാണ് അത് നമ്മെ സൗഖ്യത്തിലേക്ക് നയിക്കുക. വചനം നമ്മൾ നിന്ദിച്ച് വചനത്തോട് അനാദരവ് കാണിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോകണമെന്നില്ല. പിന്നെ അതിൻ്റെ സൗഖ്യം നമുക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മുടെ വരവും നമ്മുടെ ഈ പ്രയത്നവും എല്ലാം നിഷ്ഫലമായി തീരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് വരാതിരിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നവരുടെ ആ ഒരു ഗണത്തിൽപ്പെടണം. നാലാമത്തെ കാര്യം ഇതാണ്. നമുക്ക് ഈ വിമോചനവും സൗഖ്യം ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രഭാഷകൻ 38, 9 വചനം എടുത്താൽ, പ്രഭാഷകൻ 38, 9 വചനം, മകനെ മകളെ, നീ രോഗിയാണോ? ഉദാസീനത കാണിക്കരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കാണാൻ പറ്റും. യാക്കോബ് 5:15 കൂടി വായിക്കുകയാണെങ്കിൽ, യാക്കോബ് 5:15 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഇന്നലെ ഒരാൾ എന്നെ കാറയിലൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ ആ സമയത്ത് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, അച്ഛാ, എനിക്ക് നേരത്തെ ഈ ജപമാല പ്രാർത്ഥനയോട് അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവായിരുന്നു. പക്ഷെ ഇന്ന് ജപമാലയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ദിവസവും ഞാൻ ജപമാല പ്രാർത്ഥന നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സാധാരണ നടക്കുകയില്ലെന്ന് ബുദ്ധി പറയുന്ന കാര്യങ്ങൾ പോലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തി തരുന്ന അനുഭവം ഉണ്ടാകാം. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 8-ാം അധ്യായം 44-ാമത്തെ വചനം വായിച്ച ലൂക്ക 8:44. ഒരു രക്തസ്രാവക്കാരിയുടെ അവസ്ഥയാണ്. 12 വർഷമായിട്ട് ഈ രോഗം ബാധിച്ച് പരിതാപകരമായ ഒരവസ്ഥയിലെത്തി നിന്ന ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടാൻ പറ്റിയാൽ പോലും എനിക്ക് സൗഖ്യം ലഭിക്കും. വചനം പറയാണ്, തൽക്ഷണം അവൾക്ക് സൗഖ്യമുണ്ടായി. തൽക്ഷണം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മർക്കോസ് 10-ാം അധ്യായം 46 മുതൽ വായിച്ച മർക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ബർത്തിമിയോസ്, അവന് സൗഖ്യം കിട്ടാനുള്ള കാരണം, വർഷങ്ങളോളം അന്ധനായി കഴിഞ്ഞിരുന്ന ആ യാചകന് സൗഖ്യം കിട്ടാനുള്ള കാരണം അവൻ വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. തടസ്സങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ചിലരുടെ ന്യായീകരണം, അത് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോഴേ എന്തെങ്കിലുമൊക്കെ തടസ്സം കയറി വരിക, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇവരില്ലായിരുന്നോ തടസ്സം? ഈ അന്ധയാചകന് തടസ്സം ഇല്ലായിരുന്നോ? ഇഷ്ടം പോലെ. അവനെ ആൾക്കാരെല്ലാം നിരുത്സാഹപ്പെടുത്തി വഴക്ക് പറഞ്ഞ് മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഈ തടസ്സമൊന്നും അവനെ സ്റ്റോപ്പ് ചെയ്തില്ല. അവൻ കൂടുതൽ ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചേ? അങ്ങോട്ട് പോയ കർത്താവ് അവിടെ നിന്നിട്ട് പറഞ്ഞു, അവനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? പറയുന്നുണ്ട്, വിശ്വാസത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ ബർത്തിമിയൂസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. മർക്കോസ് 11-ാം അധ്യായം 24-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ മർക്കോസ് 11:24 അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചോദിച്ച കാര്യങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയാണോ അങ്ങനെയൊക്കെ പറഞ്ഞത്? അദ്ദേഹത്തിന് അറിയാം. വിശ്വാസത്തോടെ, സംശയമില്ലാതെ വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിച്ചത് എങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അവസാനമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വചനമാണ് മർക്കോസ് 9:23. മർക്കോസ് 9:23 അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. 5-ാമത്തെ കാര്യം, ആദ്യത്തെ 4 കാര്യം ചങ്കിലുണ്ടല്ലേ? പശ്ചാത്താപം, വിശുദ്ധീകരണം, വചനശ്രവണം, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. 4 കാര്യങ്ങളായി. 5-ാമത്തേതാണ് നമ്മൾ പഠിപ്പിക്കുന്നവരായിട്ട് മാറണം. പഠിപ്പിക്കുന്നവർ. നമുക്ക് ബൈബിളിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഈ വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 15:14 മുതൽ വായിച്ച റോമായിലെ സമൂഹത്തെ പ്രശംസിച്ച് പൗലോസ് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. ആ പ്രശംസിച്ചപ്പോൾ 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ നന്മയാൽ പൂരിതരാണ്, നന്മ നിറഞ്ഞവരാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ജ്ഞാനത്താൽ നിങ്ങൾ പൂരിതരാണ് എന്ന് പറഞ്ഞാൽ അറിവുള്ളവരാണ് നിങ്ങൾ. 3-ാമത്തെ കാര്യം, മറ്റുള്ളവരെ പഠിപ്പിക്കാനും നിങ്ങൾ കഴിവുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിപ്പിക്കണം. കർത്താവ് പഠിപ്പിച്ചവനാണ്, പൗലോസ് പഠിപ്പിച്ചവനാണ്, പത്രോസ് പഠിപ്പിച്ചവനാണ്. നമ്മുടെ ദൗത്യമാണ് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത്. അതിന് പഠിപ്പിക്കാൻ പറ്റണമെങ്കിൽ, അതും അധികാരത്തോടെ പഠിപ്പിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നമ്മൾ ഇരുന്ന് പഠിക്കണം. അത് നിങ്ങൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വചനം എടുത്താൽ, ഉപാധ്യായരുടെ ഇടയിലിരുന്ന് അവരിൽ നിന്നും പഠിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ബാലനായ യേശു ദേവാലയത്തിൽ ഉപാധ്യായരുടെ ഇടയിലിരുന്ന് അവരിൽ നിന്നും പഠിക്കുന്നത്, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവർ പറയുന്നത് കേൾക്കുന്നത്, അങ്ങനെ പഠിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവന് അധികാരത്തോടെ പഠിപ്പിക്കാൻ പറ്റിയത്. പറയുന്നുണ്ട്, ഈ ഒരു കാര്യം ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്.
അപ്പസ്തോല പ്രവർത്തനം 28-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 28-ാം അധ്യായം 30-31 വചനങ്ങളിൻ്റെ അവസാനത്തെ വചനങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ അവസാനത്തെ വചനങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് എന്താ? പൗലോസ് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുക. ഇഷ്ടംപോലെ ആൾക്കാർ അവൻ്റെ അടുത്തേക്ക് വന്നു. അവരെല്ലാം അവൻ പഠിപ്പിച്ചു. വീടിനുള്ള വാടക കൊടുത്തത് പൗലോസ് തന്നെയാണ്. വാടകയ്ക്കൊരു വീടെടുത്ത് തൻ്റെ സമ്പത്ത് അതിനായിട്ട് ചെലവഴിച്ചിട്ട് അവൻ അവിടെ ഇരുന്ന് വന്നവരെല്ലാം വചനം പഠിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക. ഇനി കർത്താവ് ആവശ്യപ്പെട്ടൊരു കാര്യം, നിങ്ങൾ മത്തായി 11:28 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ പക്കലേക്ക് വരിക, എൻ്റെ അടുക്കൽ ഇരിക്കുക, എന്നിൽ നിന്നും പഠിക്കുക. ലേൺ ഫ്രം മീ, എന്നിൽ നിന്നും പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഞാൻ പല ധ്യാനത്തിലും കണ്ടിട്ടുള്ളതാണ്. ഈ രോഗശാന്തിയുടെ സമയത്ത് കാണിക്കുന്ന താല്പര്യം വചന ശുശ്രൂഷയുടെ സമയത്ത് കാണിക്കാതിരിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞ് പഠിക്കണമെന്നൊന്നുമില്ല, എനിക്കൊന്ന് സുഖപ്പെട്ടാൽ മതി, പഠിക്കണമെന്നൊന്നുമില്ല, എന്നെ ആരും പഠിപ്പിക്കാനൊന്നും നോക്കണ്ട, പക്ഷെ എനിക്ക് സൗഖ്യം വേണം. അതാണ് നമ്മുടെ കുഴപ്പം. ഇവിടെ കർത്താവ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, നീ എൻ്റെ പക്കൽ ഇരിക്കുക, എന്നിൽ നിന്നും പഠിക്കുക. അതിന് കുറേ ത്യാഗമെടുക്കേണ്ടതായിട്ട് വരും, അതിന് പലതും മാറ്റിവെക്കേണ്ടതായിട്ട് നമ്മൾ അതിന് തയ്യാറാകണം. പക്ഷെ അത് ചെയ്യുമ്പോൾ നിനക്ക് ആശ്വാസം ലഭിക്കും, ആശ്വാസം നിലനിൽക്കും എന്നുള്ളത് കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, 6ാമത്തെ കാര്യമാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം. സുവിശേഷം പ്രഘോഷിക്കുന്നവർ. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സുവിശേഷം പ്രഘോഷിച്ച യേശുവിനെ കാണാൻ പറ്റും. ലൂക്ക 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം എടുത്താൽ മതി. അവൻ പഠിപ്പിച്ചു, പ്രഘോഷിച്ചു. ഈ 2 കാര്യങ്ങളും യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പഠിപ്പിച്ചു, പ്രഘോഷിച്ചു. നമ്മുടെ കടമയാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം. എനിക്കറിയാവുന്ന ചില അതിശക്തരായിട്ടുള്ള വചന പ്രഘോഷകർ. ഇവിടെ ഒരു കന്യാസ്ത്രീയുടെ കാര്യം പറഞ്ഞാണ്. ഇവിടെ ഈ 18-ാം തീയതി മുതൽ യങ് പ്രീസ്റ്റ്, ഓർഡിനേഷൻ കഴിഞ്ഞ അധികം വർഷങ്ങളാകാത്ത കൊച്ചച്ചന്മാർക്ക് വേണ്ടി ഒരു പ്രസംഗത്തിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം 10 ദിവസത്തെയുണ്ട്. അതിൽ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞെന്നു, ഞാൻ തിയോളജി പഠിച്ചിട്ടില്ല, എനിക്ക് അങ്ങനത്തെ വലിയ പഠിത്തവും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ശരിക്കും ഇംഗ്ലീഷും അറിയാൻ മേല, പക്ഷെ ഞാൻ എൻ്റെ അവിടെ ഇംഗ്ലീഷ് ആൾക്കാർക്ക് പറഞ്ഞ് ഇവിടെ പറയാൻ പോകുന്നത്, പക്ഷേ ദൈവം എന്നെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു, ഞാൻ പങ്കുവയ്ക്കുന്ന എൻ്റെ അനുഭവങ്ങൾ. ഇതേത് വിദ്യാഭ്യാസം ഉള്ളവരാണേലും അല്ലാത്തവരാണേലും ഇതിലേക്ക് വരാൻ പറ്റും, ഈ ഒരു അഭിഷേകത്തിലേക്ക് വരാൻ പറ്റും, അനുഭവത്തിലേക്ക് വരാൻ പറ്റും. വന്നാൽ നമുക്ക് പ്രഘോഷിക്കാൻ പറ്റും. അതിന് വലിയ ലാംഗ്വേജ് ഒന്നും വേണമെന്നില്ല, ഭാഷയല്ല അവിടെ പ്രധാനപ്പെട്ടത്, നമ്മുടെ അനുഭവം. അതുകൊണ്ട് പ്രഘോഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഞാൻ ഏതാനും വചനഭാഗങ്ങൾ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സുവിശേഷം പ്രസംഗിക്കാനുള്ള കടമ നമുക്കുണ്ട്, ഇല്ലെങ്കിൽ ദുരിതമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊറിന്തോസ് 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പിന്നെ സുവിശേഷ വേല ചെയ്താൽ, സുവിശേഷം പ്രഘോഷിച്ചാൽ അവർക്കുണ്ടാകാവുന്ന കുറച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഏതാനും വചനങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. പ്രഭാഷകൻ 35:20 പ്രഭാഷകൻ 35:20 പറഞ്ഞിട്ടുണ്ട്, കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവർ കർത്താവിന് സ്വീകാര്യരായി മാറും. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു സ്വീകാര്യത ലഭിച്ചാൽ, നമ്മൾ ഈ മനുഷ്യരുടെ പുറകെ ഓടി നടക്കേണ്ട, അയ്യോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു നല്ല വാക്ക് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ സഹായിച്ചിട്ട് നിങ്ങളൊരു നന്ദി പറഞ്ഞില്ല, ഒന്നിൻ്റെ പുറകെ പോകത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു സ്വീകാര്യത അത് കിട്ടാനുള്ള വഴിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുക. യോഹന്നാൻ 12:26 വായിച്ചാൽ, കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരുടെ പിതാവായ ദൈവം ബഹുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ബഹുമാനം കിട്ടി ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവര്, എൻ്റെ ഭർത്താവ് എന്നെ ബഹുമാനിക്കുന്നില്ല, ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല, ഇങ്ങനത്തെ പരാതി പരിഭവമായിട്ട് കറങ്ങി നടക്കേണ്ട ആവശ്യം വരത്തില്ല. ഇനി ശരിക്കും പിതാവിൻ്റെ ബഹുമാനം കിട്ടി ജീവിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അവർക്ക് കിട്ടിക്കോളും. പറയുണ്ട്, വചനം പറയുന്നതാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ലൂക്കായുടെ സുവിശേഷം 1:10 മുതൽ വായിച്ചാൽ,
ശുശ്രൂഷ ചെയ്തപ്പോൾ സക്കറിയായിക്ക് ഭൗതികമായ നേട്ടമുണ്ടായി. മക്കളില്ലാതിരുന്ന ഒരു ദമ്പതിമാര് ശുശ്രൂഷ ചെയ്തപ്പോൾ ആ ശുശ്രൂഷയിൽ അവന് കിട്ടിയൊരു വാഗ്ദാനമാണ് സന്താനഭാഗ്യം. ഭൗതികമായ നേട്ടമുള്ള വേണോ? ശുശ്രൂഷ. അത് ദൈവത്തിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്താൽ മതി. റോമ 10-ാം അധ്യായം 15-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. പാദങ്ങൾ സുന്ദരമാവുമെങ്കിൽ മോഹം എങ്ങനെ ഇരിക്കും? കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ സുന്ദരം. ഇനി സുവിശേഷ വേല നമ്മൾ ചെയ്യാതെ പോയാലുണ്ടാകാവുന്ന കുറേ അവസ്ഥകളെ കുറിച്ചും വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിലേതാനും കാര്യങ്ങൾ നമ്മൾ കണ്ടു. 1 കൊറിന്തോസ് 9:16, നിനക്ക് ദുരിതം. എൻ്റെ കുടുംബത്തിൻ്റെയും ദുരിതം മാറാത്തത് ഞാൻ സുവിശേഷ വേല ചെയ്യാത്തതുകൊണ്ടാണെങ്കിൽ നമ്മൾ ചുമ്മാ കറങ്ങി നടന്നിട്ടൊന്നും കാര്യമില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കറങ്ങി നടക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദുരിതം മാറും. റോമാലേഖനം 10-ാം അധ്യായം 14 മുതൽ വായിച്ചാൽ, റോമ 10:14 മുതൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നില്ലെങ്കിൽ പല വ്യക്തികളും ദൈവത്തിങ്കലേക്ക് വരുന്ന ആ ഒരു സാധ്യത ഇല്ലാതാവും. ആരെങ്കിലും വചനം പറയുമ്പോഴാണ് ആർക്കെങ്കിലും അത് കേൾക്കാൻ പറ്റുക. കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുക. വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അത് അവർക്ക് രക്ഷയിലേക്ക് ആ വിശ്വാസം അവരെ നയിക്കുക. അപ്പം അതുകൊണ്ട് വചനം പറയുന്നവരുണ്ടാകണം. എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരവസരം കിട്ടിയിട്ട് ഞാനത് പ്രയോജനപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ വൻ നഷ്ടം. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വായിച്ച ഒരു സമൂഹത്തിൽ അവര് സുവിശേഷം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് ലീഡർ ചോദിച്ചു, ആർക്കെങ്കിലും ഈ സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ താല്പര്യമുണ്ടോ, എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? ചോദിച്ചു തീർന്നത് പൗലോസ്ലീഹ കൈപൊക്കി. ഞാൻ റെഡി, എനിക്ക് പറയണം. നോക്കി ആ മനുഷ്യന്റെ തീഷ്ണത. ഒരു ചാൻസ് കിട്ടിയപ്പോഴേ അവിടെ എഴുന്നേറ്റ് നിന്ന് അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും, ഇതൊന്നുമല്ല അവിടെ ചിന്തിച്ചത്. എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരവസരം എൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്, ഞാൻ റെഡി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന പൗലോസിനെ കാണാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ, ഇത് ചെയ്യുമ്പോൾ അതിലൂടെ കർത്താവിലേക്ക് വരേണ്ട വ്യക്തികൾ ഒരു വരാതെ പോകും. അങ്ങനെ ഒരു നഷ്ടം വരരുത്. ഹോസിയ 4-ാം അധ്യായം 6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നു. അജ്ഞത മൂലം, അറിവില്ലായ്മ മൂലം എൻ്റെ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുവിശേഷ പ്രഘോഷണം നടത്താതിരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സഭയ്ക്ക് പോലും ഒരു മങ്ങലേൽക്കും, ശുശ്രൂഷകൾക്ക് മങ്ങലേൽക്കും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും, കാരണം അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു എന്നാണ് ഈ ഹോസിയ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ അമ്മയെന്ന് പറഞ്ഞാൽ തിരുസഭ. ശുശ്രൂഷകരായി നമ്മൾ വചനം പ്രഘോഷിച്ച് ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മളത് ചെയ്യാതിരുന്നാൽ, പ്രത്യേകിച്ച് ശുശ്രൂഷകര്, വൈദികര് അങ്ങനെയുള്ളവരായി ചെയ്യാതിരുന്നാൽ സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള മങ്ങലുണ്ടാവും. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7-ാമത്തെ കാര്യമാണ്, അവസാനത്തെ കാര്യം, ഒറ്റ വാക്കുകൊണ്ട് അങ്ങ് പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ള സമ്പൂർണമായ സമർപ്പണത്തിലൂടെയാണ് നമുക്കൊരുപാട് വിമോചനവും സൗഖ്യവും നേടാൻ പറ്റുക. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ഈ പിശാച് ബാധിതന്റെ കാര്യം ഏറ്റവും വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത് മർക്കോസ് 5-ലാണ്. മർക്കോസ് 5 അവിടെ നമ്മൾ കാണുകയാണ്. 7-ാമത്തെ വചനം എടുത്താൽ ഈ പിശാച് ബാധിതൻ പറയുന്നൊരു കാര്യമുണ്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ സമർപ്പണം അവിടെ നടത്താതെ കണ്ട് അവൻ പറഞ്ഞു, കർത്താവേ നീ അത്യുന്നതനാണ്, ദൈവപുത്രനാണ്, ഇതെല്ലാം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ഇങ്ങനെ ഇരിക്കുന്ന പലരും ഉണ്ട് കേട്ടോ. ഈ ഒരു കാര്യം മാത്രം എന്നോട് പറഞ്ഞേക്കരുത്, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. നമുക്ക് സമ്പൂർണമായ സമർപ്പണം നടക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകി വരിക. അതുകൊണ്ടാണ്
ലൂക്ക 18:22 വായിച്ചാൽ അവിടെ കർത്താവ് ഒരു ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അവന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ നന്മ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ടും അവൻ്റെ ചങ്കിലേക്ക് നോക്കി കർത്താവ് പറഞ്ഞു, നിനക്ക് ഇനിയും ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിച്ചാൽ നിനക്ക് വലിയ ആത്മീയ സമ്പത്തുണ്ടാവും. സമ്പൂർണമായ സമർപ്പണം. വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ 95% നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുത്താലും ദൈവം പ്രവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് 100% ചോദിക്കേണ്ട കാര്യമില്ല, ദൈവം പ്രവർത്തിക്കും. പിന്നെ ഈ പിശാച് ബാധിതൻ സമ്പൂർണമായ സമർപ്പണം നടത്തി കഴിഞ്ഞപ്പോൾ നോക്കിയേ അവന് വന്ന മാറ്റം. പിശാച് ബാധയിൽ അവൻ ഇരുന്നപ്പോൾ അവൻ്റെ വസ്ത്രവിധാനം, അവൻ്റെ സ്വഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവനെ കാണാൻ പറ്റും. കാരണം ഈ സമ്പൂർണമായ സമർപ്പണം അവിടെ നടന്നതുകൊണ്ട്.